കോഴിക്കോട് കൊടുവള്ളിയിൽ കുഴൽപ്പണം കണ്ടെത്തിയ കാർ പതിവായി പണം കടത്താൻ ഉപയോഗിച്ച വാഹനമെന്ന് സംശയം. സ്ഥിരമായി നിർമ്മിച്ച രഹസ്യാറകളാണ് സംശയത്തിന് കാരണം. കാറിന്റെ സഞ്ചാരരേഖകൾ പോലീസ് ശേഖരിക്കും. ഇന്നലെയാണ് 5 കോടി രൂപയുമായി 2 കർണാടക സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സിനു തോമസ് നമുക്കൊപ്പം. സിനു തോമസ്, ഇത് സ്ഥിരം ഹവാല റൂട്ടും സ്ഥിരം ഹവാല കാറുമാണോ? സുജയപാർവതി, പോലീസ് അങ്ങനെ സംശയിക്കുന്നു. കാരണം അതിന്റെ രഹസ്യ അറകൾ തന്നെയാണ് ഈ സംശയത്തിന് കാരണം. സീറ്റിന്റെ അടിയിൽ മാത്രമല്ല, പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ സ്ഥിരമായി നിർമ്മിച്ച രഹസ്യ അറകൾ ഉണ്ടായിരുന്നു. പോലീസ് ലഹരിമരുന്ന് വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയത്താണ് എളേറ്റിൽ വട്ടോളിൽ വെച്ച് ഈ കാർ സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നത്, കസ്റ്റഡിയിലെടുക്കുന്നത്. ആ സമയത്ത് ഒരു 4 കോടി രൂപ കണ്ടെത്തുന്നു. പിന്നീട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെത്തി കാറ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ആദ്യ പരിശോധന പോലും കാണാതെ ഇരുന്ന രഹസ്യ അറയിൽ നിന്ന് വീണ്ടും 1 കോടിയിലധികം രൂപ കണ്ടെത്തുന്നു. കൃത്യമായി പറഞ്ഞാൽ 5,04,51,400 രൂപയാണ് ഈ കാറിനകത്തു നിന്ന് പോലീസ് കണ്ടെടുത്തത്. കർണാടക സ്വദേശികളായ രാഘവേന്ദ്ര, നിജിൻ അഹമ്മദ് എന്നിങ്ങനെ 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. അവർ പറയുന്നത് കൊടുവള്ളിയിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറയുന്നു. പക്ഷേ പോലീസ് അത് വിശ്വാസത്തിലെടുക്കുന്നില്ല. വാഹനത്തിന്റെ GPS ഉൾപ്പെടെ പരിശോധിച്ച് ഇതിന് മുൻപ് ഈ വാഹനം എവിടെയൊക്കെ പോയിട്ടുണ്ട്, സമാനമായ ഈ രീതിയിൽ കുഴൽപ്പണം കടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് കൊടുവള്ളി പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും സമീപകാലത്ത് വടകര റൂറൽ പോലീസ് പരിധിയിൽ പിടികൂടുന്ന ഏറ്റവും വലിയ കുഴൽപ്പണ വേട്ടയാണിത്. സുജയ. ഓക്കെ, സിനോസ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.